മനസ്സിലായില്ല. എങ്ങനെയാ വന്നത്? കഴുതപ്പുറത്ത്. മുസ്ലിമീങ്ങൾ ഷാം പിടിച്ചടക്കിയപ്പോൾ ഷാമിലേക്ക് ഇസ്ലാം സ്ഥാപിക്കാൻ വേണ്ടി, ഭരണാധികാരം സ്ഥാപിക്കാൻ വേണ്ടി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് വന്നു റളിയല്ലാഹു അൻഹു. എങ്ങനെ വന്നത്? കഴുതപ്പുറത്ത്. കഴുതപ്പുറത്ത് വന്നു എന്ന് മാത്രല്ല, ഇറങ്ങിയപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാല് ബഹുമാനപ്പെട്ടവര് ഈ സോക്സ് ഒക്കെ അഴിച്ചിട്ട് ഇങ്ങനെ തോളിലിട്ടിട്ടുണ്ട്. ആരാ വരുന്നത്? ഷാം പിടിച്ചടക്കിയ ഷാമിലെ കിസ്രയെയും കൈസറിനെയും കണ്ട് പരിചയിച്ചവരാണ് അവര്. കിസ്ര കൈസർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അവർ ഇറങ്ങി നടക്കുമ്പോൾ സ്വർണ്ണത്താലം പിടിച്ച 100ഓളം പെണ്ണുങ്ങൾ മുന്നിലും 100ഓളം പെണ്ണുങ്ങൾ പിന്നിലും സ്വർണ്ണത്താലം പിടിച്ചിട്ടുണ്ടാവും. നടുലാൻ രാജാവ് എഴുന്നള്ളുക. അതിൽ അവസാനത്തെ രാജാവാണ് യസ്ദഗിർദ്. യസ്ദഗിർദ് ചൈനയിലേക്ക് ഓടിപ്പോയിട്ട് ചൈനയിൽ വെച്ച് ഭക്ഷണം കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞാണ് യസ്ദഗിർദിന്. കാരണം എന്താണ്? യസ്ദഗിർദ് ചക്രവർത്തിയാണ് അവസാനത്തെ പേർഷ്യൻ ഭരണാധികാരി. അയാൾ ചൈനയിലേക്ക് ഓടിച്ചു മുസ്ലിമീങ്ങൾ. ചൈനയിൽ അഭയാർത്ഥിയായി ചെന്നിട്ട് ഇയാൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനത്തെ കാരണം അറിയോ? ഇയാൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ സംഗീത ഉപകരണങ്ങൾ വേണം. മനസ്സിലായില്ല? ഇയാൾ അമൃതേത്ത് എന്നാ പറയാ. രാജാക്കന്മാർ നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാ. രാജാവ് ഭക്ഷണം കഴിക്കലിനെ അമൃതേത്ത് എന്നാ പറയാ. അമൃതേത്ത് എന്നാ പറയാ രാജാവിന്റെ ഭക്ഷണം കഴിക്കലിനെ. അപ്പൊ രാജാവ് ഭക്ഷണം കഴിക്കുന്ന നേരത്തെ ഈ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പെണ്ണുങ്ങളും നർത്തകന്മാരും നർത്തകികളൊക്കെ ചാടിയിട്ട് ഇങ്ങനെ നല്ല സംഗീതം, നല്ല ഹാർമോണിയം, വീണ, തബല ഇതൊക്കെ മുട്ടിയാൽ ആ ശബ്ദത്തിന്റെ രസത്തിലാണ് രാജാവ് ഭക്ഷണം കഴിക്കുക. ഇത് മാത്രമേ യസ്ദഗിർദ് പരിചയിച്ചിട്ടുള്ളൂ. ആ യസ്ദഗിർദ് ചൈനയിലേക്ക് അഭയാർത്ഥിയായി ചെന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതാണ്. കാരണം അഭയാർത്ഥിയായി ചെന്ന ആൾക്കാരാ സംഗീതം ചൊല്ലി കൊടുക്കുക ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ആ യസ്ദഗിർദിന്റെ നാട്ടിനെ പിന്നെ പിടിച്ചടക്കിയിട്ട് അവിടെ ഭരണാധികാരി ആവാൻ വേണ്ടി ഇസ്ലാം അവിടെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി തീരുമാനിച്ച് ഗവർണറെ ആക്കാൻ വേണ്ടി ചെല്ലുന്ന മനുഷ്യനാണ് എന്ത് സോക്സ് തോളില്. പിന്നെ എന്ത് ചെയ്ത് തൊള്ളെടുക്കാൻ വേണ്ടി സോക്സ് എടുത്തിട്ട് ആ സോക്സ് തോളിലിട്ടിട്ടുണ്ട്, കൈയുടെ പുറത്ത് ചെന്നിട്ടുണ്ട്. അബൂഉബൈദ പാഞ്ഞു വന്ന് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഇന്നൂക്ക, ജനങ്ങൾ നിങ്ങളൊരു വലിയ ആളാന്ന് വിചാരിക്കുന്ന സമയമാണ്, ഇങ്ങനെ നിങ്ങളായി പോകരുത്, നമുക്കിത് കുറച്ചിലാണ്. ഉറക്ക വന്ന് മെല്ലെ വന്നിട്ട് പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബിനോട് അബൂഉബൈദ റളിയല്ലാഹു അൻഹു. ഫഖാല, അപ്പോൾ പറഞ്ഞു, ഇന്നാ കുന്നാ അദല്ല ഖൗമിൻ അഅസ്സനല്ലാഹ്, നമ്മളെ ഏറ്റവും നിന്ദ്യരായിരുന്നു, ഉമ്മ ബാപ്പ കുടുംബ ബന്ധം ഒന്നും അറിയാത്ത നിന്ദ്യരായിരുന്നു നമ്മളെ യോഗ്യന്മാരാക്കിയത് അള്ളാഹുവാണ്. അല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യത്തിൽ യോഗ്യത ഉണ്ട്, ഈ കാണുന്ന ജനങ്ങൾ ആളാക്കിയാൽ നമ്മൾ ആളാവുള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചാൽ അന്ന് നമ്മൾ നിന്ദ്യന്മാരാവും. അതുകൊണ്ട് ഇവരിവിടെ എന്നെ വലിയരാക്കാൻ നിൽക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അത് ചെയ്തത് എന്ന് പറഞ്ഞു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എനിക്ക് വേണ്ട, നമ്മളെ അള്ളയാണ് യോഗ്യന്മാരാൻ, നമ്മളെ യോഗ്യത അള്ളാഹുവിനെ കൊണ്ടാണ്. നമ്മളെ ഏറ്റവും മോശമായിരുന്നു. ഇസ്ലാമി, നമ്മൾ അള്ളാഹിനെ കൊണ്ട് യോഗ്യന്മാരായവരാ. അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ യോഗ്യത നേടിയാൽ അതല്ലന, അള്ളാഹ് നമ്മളെ നിന്ദിച്ച് കളയും. അള്ളാഹു നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. ഇങ്ങനെയായിരുന്നു മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഭരണാധികാരിയായപ്പോൾ പിന്നെ ഇറച്ചി കഴിക്കൽ അവസാനിപ്പിച്ചു. കാരണം ഏറ്റവും നല്ല ഭക്ഷണമാണ്. ഞാൻ പിന്നെ നല്ല ഭക്ഷണം കഴിച്ചാൽ എൻ്റെ നാട്ടിൽ ആ ഭക്ഷണം കഴിക്കാത്തവരുണ്ടായാലോ, ഞാൻ നല്ലത് കഴിച്ച് എൻ്റെ ഭരണീയർ മോശമായാലോ അതിൻ്റെ പേര് ചോദ്യമാവൂലെന്ന് ചോദിച്ചു പിന്നെ ഇറച്ചി ഭക്ഷണം നിർത്തി. മഹാനായ സയ്യിദുനാ ഉമർ ഭരണാധികാരി ആയതിൽ പിന്നെ ഇറച്ചി കഴിച്ചില്ല, നെയ്യ് കഴിച്ചില്ല, വല്ലബന പാല് കഴിച്ചില്ല. ഇതൊക്കെ ഏറ്റവും നല്ല ഭക്ഷണം. അത് എൻ്റെ നാട്ടിലെ പലർക്കും കിട്ടൂല്ലല്ലോ. അതുകൊണ്ട് ഞാൻ കഴിച്ചാൽ അള്ളാഹു ചോദ്യം ചെയ്താലോ, അത് വേണ്ട. ആഗ്രഹമുള്ളത് മുഴുവനും തിന്നാൽ തന്നെ ഒരാൾ അള്ളാന്റെ അടുക്കൽ ദുർവ്യയക്കാരനാകുമെന്ന് പറഞ്ഞു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഇയ്യാക വൽ ബിത്ന, പള്ള കൂട്ടുന്നത് വയറ് കൂടുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ബഹുമാനപ്പെട്ട ഒരു വാക്കാ. ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും വയറ് കൂടിയാൽ. മരിച്ചാൽ പെട്ടെന്ന് വാസന വരും വയറ് കൂടിയാൽ. അതുകൊണ്ട് വയറ് പരമാവധി കുറക്കലാണ് നല്ലത് എന്ന് പറഞ്ഞു. ഒരു കാര്യം, രസകരമായ സംഭവം, ഒരു കാര്യം ബഹുമാനപ്പെട്ടവർക്ക് ആശ തോന്നിയാൽ അതിന്റെ വില ഒരു ദിർഹമാണെങ്കിൽ പോലും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അത് ഉപയോഗിക്കുള്ളൂ.
ഇദസ്തഹശയൻ, ഒരു സാധനം ഉപയോഗിക്കാൻ ആഗ്രഹം തോന്നിയാൽ വസമനുഹു ദിർഹമുൻ, അതിന്റെ വില 1 ദിർഹമാണെങ്കിൽ പോലും യുആഖിറുഹു സന, ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ അത് വാങ്ങി ഉപയോഗിക്കുകയുള്ളൂ. ഒരു കൊല്ലം ആ പൂടിയിൽ തടി അങ്ങനെ നിർത്തും, സബ്റാക്കി നിർത്തും. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. എനിക്കൊന്ന് തോന്നി എനിക്കത് അപ്പം തന്നെ കിട്ടണം. നമ്മളൊരു ഒരു അഭിപ്രായമാണത്. നമ്മളൊക്കെ പൊതുവെ പറഞ്ഞാൽ എനിക്ക് തോന്നിയാൽ ഉടനെ തന്നെ കിട്ടണം. അങ്ങനെ ക്ഷീണിച്ചിട്ടുള്ളൂ. ഇതൊരു വൽപ്പത്തരായിട്ടാണ് നമ്മൾ പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കാര്യം ആഗ്രഹിച്ചാൽ സമനുഹു ദിർഹമുൻ, അതിന്റെ വില 1 ദിർഹമാണെങ്കിൽ പോലും യുആഖിറുഹു സന, ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നുള്ളൂ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. സുബ്ഹാനല്ലാഹ്. ഗസാലി ഇമാം യഹ്യ പറയുന്ന ഒരു സംഭവം, ഫലമ്മ വല്ലൽ ഖിലാഫ, അധികാരം ഏറ്റെടുത്തപ്പോൾ കാനത്ത് ലഹു സൗജത്തുൻ യുഹിബ്ബുഹ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാര്യ ഉണ്ടായിരുന്നു. തൊലാഖലി ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തു. ഖലീഫയായപ്പോൾ കാനത്ത് ലഹു സൗജത്തുൻ യുഹിബ്ബുഹ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ഫതല്ലഖഹ, അവളാണ് തൊലാഖലി. എന്തിൻ? ഖീഫതാൻ തുശീറ അലൈഹി ബിശഫാഅത്തിൻ ഫീ ബാത്തിലിൻ, ഈ വലിയ സ്നേഹത്തിന്റെ ഉള്ളിലൂടെ ഇവള് ഏതെങ്കിലും ബാത്തിലായ ഒരു കാര്യത്തിൽ തന്നോട് ശഫാഅത്ത് ചെയ്യുമെന്ന് പേടിച്ചിട്ട്, അവളെ കൊണ്ട് ആളുകൾ തന്റെ മേൽ റെക്കമെൻഡ് ചെയ്യുമെന്ന് പേടിച്ചിട്ട് അവളെ ഒഴിവാക്കി. ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യ അന്ന് തൊലാഖലി. അധികാരം ഏറ്റെടുത്ത അന്ന് തൊലാഖലി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പിന്നെ അവളെ പൊരുത്തത്തിന് വേണ്ടിയിട്ട്, അവൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്, അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും എന്ന നിലയിൽ വന്നാൽ സമുദായത്തിന്റെ നീതി നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നതുകൊണ്ട് അവളെ ആദ്യം തന്നെ ഒഴിവാക്കി മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ബൈത്തുൽ മാൽ ഓരി വെച്ചെടുത്ത് മോള് വന്നു കയറി. എന്നിട്ട് ആ കുട്ടി ഒരു ദിർഹം എടുത്തു. അതവിടെ നിർത്തിയിട്ട് ആ കുട്ടിയുടെ പിന്നാലെ പോയി. കുട്ടി വീട്ടിലേക്ക്, ഉപ്പ പിന്നാലെ ഓടിച്ചെന്നു. കുട്ടി വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് കയറി. ഈ ദിർഹം കുട്ടിയുടെ വായിലുണ്ടായിരുന്നു. അത് ബൈത്തുൽ മാലിൽ നിന്ന് എടുത്തത് അവിടെ തന്നെ ഇടിച്ചു. അയ്യുഹന്നാസ് ലൈസ ലിഉമറ വലാ ലിആലി ഉമറ ഇല്ലാ മാലിൽ മുസ്ലിമീന ഖരീബഹും വബഈദഹും, നാട്ടിലെ ഏറ്റവും ദൂരെയുള്ള ആൾക്ക് പോലും കിട്ടുന്ന ആനുകൂല്യത്തിനപ്പുറം ഉമറിന്റെ കുടുംബത്തിന് പാടില്ല എന്ന് പറഞ്ഞു മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഞാൻ പെക്കാണെങ്കിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചവരൊക്കെ പറഞ്ഞു തലവെട്ടും. അപ്പോഴൊക്കെ കരഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ്. നിങ്ങൾ ഇന്നൊരു ഭരണാധികാരിയോട്, ലോകത്തൊരു ഭരണാധികാരിയോട്, ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോട് പോലും ഇങ്ങനെ പറയാൻ ധൈര്യമുള്ള ആളാരാ? ആരോടെ പറയണമെന്നറിയോ? മൊറോക്കോ മുതൽ സൈപ്രസ് വരെ ഭരിച്ച ഭരണാധികാരി ഇടക്ക് ചോദിക്കുക, എനിക്ക് പേച്ചങ്ങൾ എന്താ ചെയ്യാൻ? അപ്പോൾ അലി ബിൻ അബി താലിബിനോട് ചോദിച്ചു. വലിയൊരു സദസ്സ പ്രസംഗത്തിന്റെ ഇടയിൽ ചോദിച്ചു, ലൗ സ്വറഫ്നാകും അമ്മാ തഅരിഫൂന ഇലാ മാ തുൻകിറൂന, നിങ്ങൾക്ക് എതിർപ്പുള്ള മോശപ്പെട്ട കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളെ തിരിക്കുകയാണെങ്കിൽ മാ കുന്തും തസ്നഊന, നിങ്ങൾ